എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അമിത് പി ജോർജ്. ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ്. കാരണം November 9 നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ലോഞ്ച് എറണാകുളം മാരിയറ്റ് ഹോട്ടലിൽ കവർ ചെയ്തായിരുന്നു. കജാരിയ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏതൊരു കമ്പനിയും ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന 6x4 ടൈൽസ് ഇൻ ഫുൾ ബോഡി സ്ട്രക്ചർ, അത് മാത്രമല്ല 10 mm തിക്നെസ്സിൽ. അപ്പം ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇന്നാണ് ആ മെറ്റീരിയൽ നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നത്. അല്ലെങ്കിൽ ഡിസ്പ്ലേ വന്നിട്ട് ഇപ്പം 2-3 ദിവസമായി. നമ്മൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒരുങ്ങുന്നത്. സോ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ അറിയാം ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെല്ലാർ ക്രീം അല്ലെങ്കിൽ സ്റ്റെല്ലാർ ക്രീമ എന്ന് അറിയപ്പെടുന്ന ലൈറ്റ് ക്രീം കളറിലെ. അപ്പൊ സ്റ്റെല്ലാർ സീരീസ് കജാരി ഇറക്കിയ ഏറ്റവും പുതിയ സീരീസ് ആണ്. ഈ സീരീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബേസ് കളർ ഉണ്ട്. ആ ബേസ് കളറിനകത്ത് കുറച്ച് ഗ്രെയിൻസ് ഉണ്ട്. പക്ഷെ ഈ ഗ്രെയിൻസ് ഒരിക്കലും ഈ ബേസ് കളറിനെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കില്ല. വിച്ച് മീൻസ് ബേസ് കളറുമായിട്ട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന വളരെ നേരിയ കോൺട്രാസ്റ്റ്. ജസ്റ്റ് സോ യു നോ, അകത്തുനിന്ന് ഒരു ഗ്രെയിൻസ് ഉണ്ട്, എന്തോ ഒരു ഗ്രെയിൻസ് അതിനകത്ത് ഉണ്ടെന്ന് ബെയർലി നമുക്ക് അറിയാൻ പറ്റുന്ന റാൻഡം ഗ്രെയിൻസ് ആണ്. ഒരു രീതിയിൽ ഒരു മാർബിളിന്റെ പ്രിന്റോ ഡിസൈനോ ഒന്നുമില്ല. വളരെ എലിഗന്റ് ക്ലാസിക് മെറ്റീരിയൽ ആണ്. ക്ലാസിക് സീരീസ് ആണ് സ്റ്റെല്ലാർ സീരീസ്. സ്റ്റെല്ലാർ സീരീസ് കജാരിയ 6x4 മാത്രമല്ല 120/80, അതായത് സ്ലാബ് സൈസിനകത്ത് പോലും 15 mm തിക്നെസ് ഫുൾ ബോഡിക്കകത്തും കജാരിയ സ്റ്റെല്ലാർ സീരീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും. സ്റ്റെല്ലാർ സീരീസിൽ നമുക്ക് ബേസിക്കലി ഉള്ളത് ഒരു ക്രീം കളർ, വൈറ്റ് കളർ, ലൈറ്റ് ഷെയ്ഡ് ആയിട്ട്, ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് നമുക്ക് മെറൂൺ കളർ, ബ്ലാക്ക് കളർ ആൻഡ് ഗ്രേ. ഈ ഇത്രയും കളേഴ്സ് മാറ്റ് ഫിനിഷിലും പോളിഷ് ഫിനിഷിലും ഇപ്പൊ കൊല്ലത്ത് അവൈലബിൾ ആണ്. ഡിസ്പ്ലേയിലുണ്ട്. ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ആരായാലും, കാരണം ഇങ്ങനൊരു പ്രൊഡക്റ്റ് കസ്റ്റമർ മനസ്സിൽ കൊണ്ട് വരത്തില്ല. കാരണം ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോഴും വേറെ ഒരു കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് ഇല്ല. അതുകൊണ്ട് ഇത് മറ്റേതെങ്കിലും മെറ്റീരിയൽ മനസ്സിൽ കണ്ടുകൊണ്ട് വരുന്ന കസ്റ്റമർ ആയിരിക്കും ആദ്യം കാണുന്ന ഈ മെറ്റീരിയൽ ആയിരിക്കും. അവരിത് അപ്പോൾ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സെയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ഡിസ്പ്ലേയിൽ വന്നേ പിന്നെ വന്നിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റെല്ലാർ ക്രീമയെ കുറിച്ച് കേട്ട്, സ്റ്റെല്ലാർ ക്രീമയെ കുറിച്ച് പറഞ്ഞത് തന്നെ എനിക്ക് ബാക്കി സ്റ്റെല്ലാർ വൈറ്റിനെ കുറിച്ചും പറയാനുള്ളൂ. സ്റ്റെല്ലാർ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ബേസിനകത്ത് ഒരു വളരെ ലൈറ്റ് 2P കളറിന്റെ ഗ്രെയിൻസ് ആണുള്ളത്. അതേപോലെ സ്റ്റെല്ലാർ ബ്രൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെല്ലാർ ബ്രൗണിനകത്ത് ഒരു മെറൂൺ ടൈപ്പ് ഓഫ് ഡീസാച്ചുറേറ്റഡ് കളറാണ്. ബ്രൗൺ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു റെഗുലർ ബ്രൗൺ കളർ അല്ല ഈ ഒരു ബ്രൗൺ കളർ. സോ ഇത് ഞാൻ ഇതിനെ പറയുന്ന ഡീസാച്ചുറേറ്റഡ് മെറൂൺ കളറാണ്, കാരണം എനിക്കത് അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. സോ ഇതിനകത്ത് ബ്രൗൺ കളറിനകത്തും ഇതേപോലെ വളരെ നേരിയ ഗ്രെയിൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഗ്രെയിൻ സ്ട്രക്ചർ ഉള്ളത് സ്റ്റെല്ലാർ ബ്ലാക്കിനാണ്. ഇപ്പൊ സ്റ്റെല്ലാറിന് ഒരു ബ്ലാക്ക് എന്ന് മാത്രമല്ല, സ്റ്റെല്ലാർ റോയൽ ബ്ലാക്ക് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു റോയൽറ്റി ആണ്. കാരണം ബ്ലാക്ക് ടൈൽസ് ആരും വീട്ടിൽ ഇടാറില്ല. പലരും വീടിന്റെ മുറ്റത്ത് പോലും സിറ്റ് ഔട്ടിൽ പോലും ബ്ലാക്ക് കളർ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ കജാരിയുടെ ഈ വിട്രോനൈറ്റിന്റെ സ്റ്റെല്ലാർ റോയൽ ബ്ലാക്ക് ഫുൾ ബോഡി 6x4 നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് മെയിൻ ഏരിയയിൽ വരെ നമുക്ക് വിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രയും ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് സ്റ്റെല്ലാർ റോയൽ ബ്ലാക്ക്. അപ്പം ബ്ലാക്ക് ബേസിനകത്ത് പതിവ് പോലെ ഒരു ലൈറ്റ് ഗ്രേ ഗ്രെയിൻസ് ആണ്. കാരണം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു പക്ഷേ ക്യാമറയ്ക്കകത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീനിനകത്ത് ഇത് പതിയത്തില്ല കറക്റ്റായിട്ട്. ബട്ട് ഐ ഹോപ്പ് ഇത് ശരിയായിട്ട് വരുന്നു. കാരണം നമ്മൾ ഹൈ എൻഡ് ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അതർവൈസ് യു ക്യാൻ വിസിറ്റ് എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം എനി ടൈം. ഇത് നേരിട്ട് കണ്ട് ഇതിന്റെ ഭംഗി, ഇതിന്റെ ക്വാളിറ്റി എല്ലാം അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. സ്റ്റെല്ലാർ വൈറ്റ്, സ്റ്റെല്ലാർ ക്രീമ, സ്റ്റെല്ലാർ ബ്രൗൺ, സ്റ്റെല്ലാർ ബ്ലാക്ക്, ഈ 4 കളർ കണ്ടു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കളർ, ഇന്നത്തെ കണ്ടംപററി കളർ, അതായത് ഗ്രേ കളർ. സ്റ്റെല്ലാർ ഗ്രേ ഈസ് വെരി ഡിഫറെന്റ് ഫ്രോം എനി അതർ സ്റ്റെല്ലാർ. അതുകൊണ്ടാണ് നമ്മൾ ആ ബോർഡിൽ വെക്കാതെ ഇതിനെ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നത്. സ്റ്റെല്ലാർ ഗ്രേ അൺലൈക്ക് അതർ സ്റ്റെല്ലാർ കളേഴ്സ് ഇൻ ദി സ്റ്റെല്ലാർ സീരീസ്, സ്റ്റെല്ലാർ ഗ്രേക്കകത്ത് ബ്ലാക്ക് ഗ്രെയിൻസ് ഉണ്ട്. അതായത് സോൾട്ട് ആൻഡ് പെപ്പർ ഗ്രെയിൻസ് ഉണ്ട്. സോൾട്ട് ഗ്രെയിൻസ് കുറവാണ്, പെപ്പർ ഗ്രെയിൻസ് ആണ് കൂടുതൽ. സോ ആ ഗ്രേ, ഒരു ബ്രൈറ്റ് ഗ്രേ കളറിനകത്ത് ഈ പെപ്പർ ഗ്രെയിൻസ് കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ സെയിം സ്ട്രക്ചർ ആണ് നമുക്ക് പോളിഷിനകത്തും കിട്ടുന്നത്. പക്ഷേ മാറ്റിനകത്ത് കാണുന്ന പോലെയല്ല, പോളിഷ് കുറച്ചുകൂടെ ഭംഗിയാണ്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബാത്റൂമിന്റെ വാൾ ചെയ്യാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷനും കജാരിയ വിട്രോനൈറ്റിന്റെ സ്റ്റെല്ലാർ സീരീസ് ഒരു അൺബീറ്റബിൾ ചോയ്സ് ആണ്. മാർക്കറ്റിൽ ഇതിന് കോമ്പറ്റീഷനേ ഇല്ല. പക്ഷേ കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റ് ജനറലി ഒരു കമ്പനി ഭയങ്കര ഹൈ മാർജിനും ഭയങ്കര ഹൈ റേറ്റിലുമാണ് ഇറക്കുന്നത്. സോ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇതിന് ഒരു 200 rupees കമ്പനി ചാർജ് ചെയ്താൽ പോലും കസ്റ്റമേഴ്സ് കൊടുക്കും. കാരണം ഇത് അല്ലാതെ ഇതിന്
ഇതിന് പകരം ഒരു പ്രൊഡക്റ്റ് ചോദിച്ച് കസ്റ്റമേഴ്സിന് പോകാൻ വേറെ മാർഗ്ഗമില്ല. പക്ഷേ ഞാൻ ഗസ് ചെയ്തായിരുന്നു അന്ന് ലോഞ്ചിന്റെ അന്ന് ഇതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ഏകദേശം 130 to 125 to 130 റുപ്പീസ് ആയിരിക്കും എന്നുള്ളത് വളരെ കറക്റ്റ് ആയിരുന്നു, ആക്യുറേറ്റ് ആയിരുന്നു. ആസ് ഇഫ് ഞാൻ പ്രൈസ് ലിസ്റ്റ് നോക്കി പറഞ്ഞ പോലായിരുന്നു ഇതിന്റെ പ്രൈസ്. കമ്പനി ഫിക്സ് ചെയ്തേക്കുന്ന പ്രൈസ് 130 റുപ്പീസ് ആണ്. ഇത് വളരെ ഷ്രൂഡായിട്ട് കജാരി എടുത്ത ഒരു ഡിസിഷൻ ആണ്. അതായത് ഈ ടൈൽ അവർക്ക് വിൽക്കുകയും വേണം, പക്ഷേ ഈ ടൈലുമായിട്ട് കോമ്പറ്റീഷൻ വരാൻ പാടില്ല. കാരണം അത്രയും ലോ പ്രൈസിൽ ഇവർ ഇത് ഇറക്കി കഴിഞ്ഞ് ഇനി അടുത്ത കമ്പനി ഇതുമായിട്ട് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഈ പ്രൊഡക്റ്റുമായിട്ട് പ്രോഫിറ്റബിളി മാർക്കറ്റിൽ വരാൻ പറ്റില്ല. കാരണം കജാരിയ ഓൾറെഡി അവരുടെ എക്സിസ്റ്റിംഗ് മെക്കാനിസം കൊണ്ട് ഇത് ഇറക്കി. പുതിയൊരു കമ്പനിക്ക് ഇറക്കി കഴിഞ്ഞാൽ ഈ 130 റേറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ മാർക്ക് മൈ വേർഡ്സ്, ഇന്നല്ല അടുത്ത കുറെ നാളത്തേക്ക്, കുറെ വർഷത്തേക്ക് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കജാരി അല്ലാതെ വേറെ ഒരു കമ്പനിയിലും കാണത്തില്ല. കാരണം പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിനെ അണ്ടർകട്ട് ചെയ്താണ് കജാരി ഈ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗ്രേ, സ്റ്റെല്ലാർ ഗ്രേ മാറ്റ് ആൻഡ് സ്റ്റെല്ലാർ ഗ്രേ പോളിഷ്. ഇനിയാണ് സ്റ്റെല്ലാർ ഗ്രേ ബ്ലാക്ക് വരുന്നത്. സ്റ്റെല്ലാർ ഗ്രേ ബ്ലാക്ക് പോളിഷ് ഫിനിഷിൽ എത്ര ബ്യൂട്ടിഫുൾ ആണോ അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് മാറ്റ് ഫിനിഷിൽ അത് കാണാൻ. പോളിഷ് ഫിനിഷിൽ ഇതിനൊരു ഡെപ്ത് ഉണ്ട്, പക്ഷേ മാറ്റ് ഫിനിഷിൽ ഇതിനൊരു ബോൾഡ് ലുക്ക് ഉണ്ട്. ബട്ട് ഇൻ എനി കേസ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കജാരിയ ചെയ്തേക്കുന്നത് നെയിൽ ചെയ്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിനെക്കാട്ടിലും നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഈ ഒരു ബ്രൈറ്റ്നസ് ലെവൽ ബ്ലാക്കിൽ അൺബിലീവബിൾ ആണ്. കജാരിക്ക് ഇതിന് മുമ്പും വന്നിട്ടില്ല, വേറൊരു കമ്പനിയിലും ഞാൻ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. സോ ഇനി ഇത് കഴിഞ്ഞ് അടുത്ത നമ്മൾ സ്റ്റെല്ലാർ ബ്രൗണിനെ കുറിച്ച് അറിയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റെല്ലാർ ബ്രൗണിന്റെ പോളിഷ് വെർഷൻ സ്വല്പം ഡാർക്ക് ആണ്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല കളർ ഏതാണ്. കാരണം ഒന്ന് ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ബ്രൗൺ കളർ അല്ല ശരിക്കും കജാരിയ ബ്രൗൺ എന്ന് പറഞ്ഞ് ഇറക്കിയേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ തന്നെ ഒരു ക്ലാഷ് വരും. പക്ഷെ കജാരിയയ്ക്ക് ഗാലക്സി സീരീസിൽ നല്ല ബ്രൗൺ കളേഴ്സ് ഉണ്ട്. 3 ബ്രൗൺ ഉണ്ട്. ടെറാസോ ബ്രൗൺ, ടെറാസോ ഗാലക്സി ബ്രൗൺ, ഗാലക്സി മഷ്റൂം ആൻഡ് ടെറാസോ ബ്രൗൺ. എല്ലാം വ്യത്യസ്ത ബ്രൗണിന്റെ പ്രോപ്പർ ബ്രൗണിന്റെ ഷെയ്ഡുകളാണ്. പക്ഷേ ടെല്ലാർ സീരീസിൽ അവർ ബ്രൗൺ എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കളറാണ്. വളരെ പോളറൈസിങ് വ്യൂസാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം അങ്ങനെയാണ്. പക്ഷേ തമ്മിൽ എന്റെ ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിൽ പോളിഷ് ഫിനിഷിനെക്കാട്ടിലും വളരെ ബ്യൂട്ടിഫുള്ളും വ്യത്യസ്തമാണ് അതിന്റെ മാറ്റ് ഫിനിഷ് വന്നേക്കുന്നത്. ബട്ട് പോളിഷ് ഓർ മാറ്റ് കളർ ഫിനിഷിംഗ് ക്വാളിറ്റി ഈസ് ഇംപെക്കബിൾ. ഈ പ്രൈസിന് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 130 റുപ്പീസിന് തേർഡ് റേറ്റ് ഗ്രാനൈറ്റ് കിട്ടത്തുള്ളൂ. തേർഡ് റേറ്റ് ഗ്രാനൈറ്റ്, നോട്ട് ഈവൻ സെക്കൻഡ് റേറ്റ് ഗ്രാനൈറ്റ്. ബിക്കോസ് ടോപ്പ് ക്വാളിറ്റി ഗ്രാനൈറ്റിന് 300 to 400 റുപ്പീസ് റേഞ്ച് ആണ്. ജസ്റ്റ് ബിലോ സെക്കൻഡ് ക്വാളിറ്റി ഗ്രാനൈറ്റ്സിന് 200 to between 300 റേഞ്ച് ആണ്. തേർഡ് ക്വാളിറ്റി ആണ് നമ്മൾക്ക് ഈ പറഞ്ഞ 150 to 200 റേഞ്ച്. അപ്പൊ ഇത് അങ്ങനെ പറയുവാണെങ്കിൽ ഇത് ഫോർത്ത് റേറ്റ് ഗ്രാനൈറ്റിന്റെ പ്രൈസേ ഉള്ളൂ. പക്ഷേ വേൾഡ് ക്ലാസ് വിട്രിഫൈഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിലിൽ ഒരു വീഡിയോ ചെയ്യാൻ അത്രയും സമയം നമുക്ക് വേണ്ടി വന്നു. കാരണം അതിനെ പെട്ടെന്ന് ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ടൈൽ ഓരോ എപ്പിസോഡ് ചെയ്യാം എന്നായിരുന്നു നമ്മുടെ ഒറിജിനൽ പ്ലാൻ. പക്ഷേ അത് പിന്നെ ഒരുപാട് ബോറായി പോകും. അതുമല്ല പ്രൊഡക്റ്റ് കമ്പാരിസണിന് കസ്റ്റമേഴ്സ് പല വീഡിയോ കാണേണ്ടി വന്ന അതും അതിന്റെ അതിന് അർത്ഥമില്ലാതാക്കി കളയും. സോ ഒരേ വീഡിയോയ്ക്കകത്ത് തന്നെ മെറ്റീരിയൽ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുന്നു. കാരണം സ്റ്റെല്ലാർ സീരീസിൽ ഇപ്പം AV ടൈൽസിൽ സ്റ്റോക്ക് ഉള്ള മെറ്റീരിയൽ ഇത്രയാണ്. നമ്മൾ ഇതിനകത്ത് ആകെ എടുക്കാതെ പോയ ഒരു മെറ്റീരിയൽ ബാർലി എന്ന് പറയുന്ന ഒരു കളറാണ്. ഒരു ഗ്രീനിഷ് ഡീസാച്ചുറേറ്റഡ് ഗ്രീൻ കളറാണ്. അത് മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കാത്ത. ബാക്കി എല്ലാ കളേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും മറക്കണ്ട, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കജാരിയുടെ ഡബിൾ ചാർജ് 6x4. ഡബിൾ ചാർജ് 6x4ന് മാറ്റ് ഫിനിഷ് ഇല്ല, പോളിഷ് ഫിനിഷേ ഉള്ളൂ. 6x4 സൈസ് ഞാൻ ഒന്നും കൂടെ പറയാം, പലതവണ ഞങ്ങളുടെ വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 6x4 സൈസ് ഈസ് എൻ അമേസിംഗ് സൈസ്. ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ ഈ സൈസിന് തന്നെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ആ സൈസിൽ എന്ത് പ്രിന്റ് തറയെ കിടക്കുന്നോ, അത് മാറ്റ് ആണോ പോളിഷ് ആണോ, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇൻ ഇറ്റ് സെൽഫ് ഈ സൈസ് ഒരു ബ്യൂട്ടിഫുൾ സൈസ് ആണ്. സോ 100 റുപ്പീസ് റേഞ്ച് ആണ് ഡബിൾ ചാർജിന്റെ റേറ്റ്. ഫുൾ ബോഡിയുടെ റേറ്റ് 130 റുപ്പീസ് റേഞ്ച് ആണ്. അപ്പം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം ഇന്ന് തന്നെ വരിക, മെറ്റീരിയൽസ് കാണുക, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് പോകാം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ സ്റ്റെല്ലാർ സീരീസിന്റെ തന്നെ നമുക്ക് ഫ്ലാപ്സ് വന്നിട്ടുണ്ട് 240x80. അതിനെക്കുറിച്ചായിരിക്കും അടുത്ത വീഡിയോ. സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്സ് ആൻഡ് കമന്റ്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്യും.